വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വളരെ അൺഫെയർ ആയിട്ടാണ് പെരുമാറിയത് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത്. ലാലേട്ടൻ അവിടെ അൺഫെയർ ആയിട്ട് പെരുമാറി. ജാസ്മിനെയും ഗബ്രിയെയും ചോദ്യം ചെയ്തില്ല, അവരുടെ മോശം പ്രവർത്തികൾ ചോദ്യം ചെയ്തില്ല, അവരുടെ മോശം വേർഡ്സുകൾ ചോദ്യം ചെയ്തില്ല. ഇതൊന്നും ചോദ്യം ചെയ്യാതെ സിബിനെ മാത്രം കുറ്റപ്പെടുത്തി, സിബിനെ മാത്രം ഒറ്റപ്പെടുത്തി, സിബിനെ മാത്രം ശിക്ഷ കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പ്രേക്ഷകർ ഉന്നയിക്കുന്ന കാര്യം. ഒന്നോർക്കുമ്പോൾ അത് ശരിയാണ് താനും. അവിടെ ഗബ്രി ഒരുപാട് മോശം വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പവർ ടീമിനെതിരെയും അവിടുത്തെ ക്യാപ്റ്റനെതിരെയും ഒക്കെ തന്നെ. പക്ഷേ വിളിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തി ഒരു വാണിയും പോലും ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നോ ലാലേട്ടന്റെ ഭാഗത്തു നിന്നോ കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ല. എന്തായാലും കൊടുക്കുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചു, പക്ഷെ കൊടുത്തതായിട്ട് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഒരു എപ്പിസോഡും കൂടി ബാക്കി കിടക്കുന്നുണ്ട്, അതിൽ ലാലേട്ടൻ ചോദിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ജാസ്മിൻ ജയിലിൽ കിടന്ന സമയത്ത് അത്രയും മോശം വാക്കുകളാണ് ജിൻഡോയ്ക്കെതിരെ ഉന്നയിച്ചത്. ജിൻഡോയ്ക്കെതിരെ അവിടെ പലതും പറയുന്നുണ്ടായിരുന്നു. അവിടെ ചൊട്ട മൊണ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരവാഴ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വളരെ മോശമായിട്ട് ഒരുപാട് വേർഡുകൾ ജിൻഡോയ്ക്കെതിരെ വിളിക്കുന്നുണ്ടായിരുന്നു. അതും ലാലേട്ടൻ ചോദ്യം ചെയ്ത് നമ്മളാരും കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ ലാലേട്ടൻ അനീതി കാണിച്ചു, ബിഗ് ബോസ് അനീതി കാണിച്ചു എന്നൊരു കാര്യം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും ലാലേട്ടന്റെ ഭാഗത്തുനിന്നും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നും നിഷ്പക്ഷമായിട്ടുള്ള തീരുമാനം ഉണ്ട് എന്നാണ് ലാലേട്ടൻ എപ്പിസോഡിൽ പറഞ്ഞത്. തീർച്ചയായും ലാലേട്ടനും ബിഗ് ബോസും അതിന് നിഷ്പക്ഷമായി തീരുമാനം എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ അത് ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് ബിഗ് ബോസിനെ മാത്രമേ നമുക്കതിന് ഉത്തരം തരാനായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു സിബിനാണ് അവിടുത്തെ ബെസ്റ്റ് ഗെയിമർ എന്നുള്ളത് കൊണ്ട് തന്നെ സിബിന്റെ ഗെയിം ചേഞ്ച് ചെയ്യുക എന്നുള്ളതായിരിക്കാം ബിഗ് ബോസ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സിബിൻ അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തുകൊണ്ട് ആണ് അവിടെ ഗെയിം കളിക്കുന്നത്. ഒറ്റയ്ക്കല്ല സിബിൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് കളിച്ച് നേടേണ്ടതാണല്ലോ. ഗ്രൂപ്പ് ഫോം ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഗെയിം കളിക്കുന്നത് കൊണ്ട് തന്നെ സിബിൻ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുകയും സിബിൻ ചെയ്യുന്നത് തെറ്റാണെന്ന് സിബിനെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരികയും പുറത്തുനിന്ന് ഗെയിം കളിച്ച് അല്ലെങ്കിൽ ഗെയിം കണ്ടുകൊണ്ട് വന്ന സിബിനെ കൃത്യമായൊരു ടാർഗറ്റ് ഉണ്ട്, ജാസ്മിൻ എന്നുള്ളൊരു ടാർഗറ്റ്. അതുമാത്രമല്ല ടാർഗറ്റ്, പുറത്തിപ്പോൾ ട്വിസ്റ്റ് ആയിരിക്കുന്നു, പുറത്തുള്ള കാര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു എന്ന തരത്തിൽ സിബിന്റെ മനസ്സിനെ തിരിച്ചുവിടുക എന്നൊരു ലക്ഷ്യവും ബിഗ് ബോസിന് അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിനു വേണ്ടിയിട്ടായിരിക്കണം ബിഗ് ബോസ് സിബിനെതിരെ ഇങ്ങനെ തിരിഞ്ഞത് എന്നാണ് ഞാനൊരു ഗെയിമിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയ സമയത്ത് എനിക്ക് തോന്നിയ കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കണം ജാസ്മിനെയും ഗബ്രിയെയും അവിടെ കൂടുതൽ വഴക്ക് പറയാതിരുന്നത് എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ജാസ്മിനും ഗബ്രിയും ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള ഒരു തോന്നൽ ജാസ്മിനും ഗബ്രിക്കും വരുത്തി തീർക്കുക എന്നൊരു ലക്ഷ്യവും ബിഗ് ബോസിന്റെ ഇടയിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ബിഗ് ബോസ് കൂടുതൽ കുഴിയിൽ ചാടിച്ചിരിക്കുന്നത് ജാസ്മിനെയാണ്.